നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL തുടങ്ങാൻ 10 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം ഏത് ഗ്രൗണ്ടിലായിരിക്കുമെന്നതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്ന തരത്തിൽ വാർത്തകൾ നേരത്തെ വന്നിരുന്നല്ലോ. നമ്മളും അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ AFF പുറത്തുവിട്ടപ്പോൾ അതിൽ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് TBC എന്നാണ്, ടു ബി കൺഫേംഡ്. നമ്മളത് ചർച്ച ചെയ്തതാണ്. അതായത് ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല അവിടെയാണ് കളി എന്നുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO സംസാരിക്കുന്നത് കേട്ടു. ഫൈനൽ തീരുമാനം ഇതുവരെ ഏത് ഗ്രൗണ്ട് എന്നുള്ളത് എടുത്തിട്ടില്ല, അത് പല ഘടകങ്ങൾ നോക്കിയിട്ടാണ്, അതിൻ്റെ കോസ്റ്റ് മറ്റുമൊക്കെ നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം, ഇതുവരെ ഏത് സ്റ്റേഡിയത്തിലാണ് കളിക്കുക എന്ന് ബ്ലാസ്റ്റേഴ്സ് ഫൈനലൈസ് ചെയ്ത് തീരുമാനമെടുത്തിട്ടില്ല. ഒരുപക്ഷെ കൊച്ചിയിൽ തന്നെ വീണ്ടും കളി നടക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ഉയർന്നു വരുന്നു. വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് വരുന്ന വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് 10 ദിവസം കൂടിയാണ് ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് ഇതുവരെ ഫുള്ളി റെഡി ആയിട്ടില്ല. സോ ഇപ്പോൾ GCDA ഒരു കാര്യം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അവർ സ്റ്റേഡിയം, അതായത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, സാധാരണ കലൂരിൽ കളി നടക്കാറുള്ള സ്റ്റേഡിയം, അത് ഇനി പെൻഡിങ്ങുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 20-ാം തീയതിയോടുകൂടി, ഫെബ്രുവരി 20-ാം തീയതിയോടുകൂടി ഹാൻഡ് ഓവർ ചെയ്യാം, ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാം എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. ക്ലബ്ബ് ഏതായാലും ഈ ഓപ്ഷൻസൊക്കെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, EMS കോർപ്പറേഷൻ സ്റ്റേഡിയം SLKക്ക് ഒരു മത്സരത്തിന് റെൻ്റായി കൊടുത്തിരുന്നത് 1.5 ലക്ഷം രൂപക്കാണ് റെൻറ്റിന് കൊടുത്തിരുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് അതിൻ്റെ 4 ഇരട്ടി 6 ലക്ഷമാണ് ചോദിക്കുന്നത് എന്ന തരത്തിൽ കൂടി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. GCDA ഹാസ് ഓഫേർഡ് ജയലൻ സ്റ്റേഡിയം ടു ദി ബ്ലാസ്റ്റേഴ്സ് ആൻഡ് എഗ്രീഡ് ടു മാച്ച് ദി റെൻറ്റ്. അതായത് 6 ലക്ഷം എന്നുള്ള ആ റെൻ്റ് ഉണ്ടല്ലോ, EMS സ്റ്റേഡിയത്തിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ആ റെൻറ്റിന് ജയലൻ സ്റ്റേഡിയം കൊടുക്കാം എന്ന തരത്തിൽ GCDA ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്നുകൂടി വാർത്തകൾ വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, EMS സ്റ്റേഡിയം നോട്ട് യെറ്റ് ഫിറ്റ് ടു ഹോസ്റ്റ് ആൻഡ് ഹാൻഡഡ് ഓവർ. ഇതുവരെ ഈ ഒരു മത്സരത്തിന് വേണ്ടി ഫിറ്റും ആയിട്ടില്ല, മത്സരങ്ങൾക്ക് വേണ്ടി ഫിറ്റായിട്ടുമില്ല, ആ രൂപത്തിൽ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഇസ് സ്റ്റിൽ എ ചാൻസ് കൊച്ചിയിൽ കളി നടക്കാൻ. സോ ഫൈനൽ തീരുമാനം പിന്നാലെ വരും, ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പിന്നാലെ വരും. ഇപ്പോൾ കളി കോഴിക്കോടാണ് എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സ്ഥിതിയിലല്ല എന്ന് മനസ്സിലാക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.